നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ മുന്നണികളിലും വളരെ സജീവമായി ചർച്ചകൾ നടക്കുകയാണ്. അത് ഘടകകക്ഷികൾ തമ്മിലാകട്ടെ പാർട്ടിക്കുള്ളിൽ തന്നെ ആവട്ടെ വലിയ ചർച്ചകൾ നടക്കുന്നു. ഏറ്റവും പ്രധാന അജണ്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിത്വം, ഏത് മണ്ഡലങ്ങളിൽ ഏത് സ്ഥാനാർത്ഥിയായിരിക്കണം, അത് വിജയസാധ്യത അടക്കമുള്ള പല ഘടകങ്ങൾ കൂടി പരിഗണിച്ചാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാകുമ്പോൾ CPM-ലേക്ക് വരുമ്പോൾ അധിക സീറ്റ് വേണമെന്നൊരാവശ്യം കേരള കോൺഗ്രസ് ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഒരു തീരുമാനം LDF-ൽ നിലവിലുള്ള ധാരണ പ്രകാരം കേരള കോൺഗ്രസിന് അധിക സീറ്റ് നൽകേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഈ അധിക സീറ്റ് ആവശ്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന് കേരള കോൺഗ്രസ് എം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. കുറ്റ്യാടി അല്ലെങ്കിൽ പേരാമ്പ്ര സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കുമെന്നാണ് പറയുന്നത്. ഉഭയകക്ഷി ചർച്ചയിൽ കേരള കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷ വെക്കുന്നുണ്ട്. സീറ്റിൽ അന്തിമ തീരുമാനമാകുന്നത് വരെ കടുത്ത പ്രതികരണങ്ങൾ വേണ്ടെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട്. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, കേരള കോൺഗ്രസിന് അധിക സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു സൂചന LDF-ൽ നിന്ന് വന്നിട്ടില്ല. പക്ഷേ കേരള കോൺഗ്രസ് ആകട്ടെ ഒരു വിട്ടുവീഴ്ചയും വേണ്ട, അധിക സീറ്റ് തന്നെ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഉഭയകക്ഷി ചർച്ചകളിലായിരിക്കും ഇനി ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുക. തീർച്ചയായും ജിൽസി, കേരള കോൺഗ്രസിന് അധിക സീറ്റ് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലുള്ള രാഷ്ട്രീയ ഉദ്വേഗം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അവർ മുന്നണിയിലെത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഗൗരവ തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അന്ന് കുറ്റ്യാടി സീറ്റിന്റെ വിഷയത്തിൽ വലിയ സമ്മർദ്ദം CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തു. ഇത്തവണ കുറ്റ്യാടി സീറ്റോ അല്ലെങ്കിൽ പേരാമ്പ്രയോ ഇതിലേതെങ്കിലും ഒന്നോ വടക്കൻ കേരളത്തിൽ ഒരു സീറ്റിൽ മത്സരിക്കണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ അവർ ഉന്നയിച്ചിരുന്നു. ഈ കാര്യം തന്നെയാണ് ഉഭയകക്ഷി ചർച്ചകളിലും ആവർത്തിച്ചത്. പലവട്ടം ഈ കാര്യത്തിൽ ചർച്ചകൾ നടത്തിയിട്ടും ഇതിലൊരു തീരുമാനമാകാത്തതിൽ ചില അതൃപ്തികൾ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പാർലമെന്ററി പാർട്ടി നേതാക്കളുമായി കാര്യങ്ങളൊക്കെ ആശയവിനിമയം നടത്തുകയും ചെയ്തു. എന്തായാലും ഇക്കാര്യത്തിൽ തിടുക്കപ്പെട്ട് കടുപ്പിച്ചൊരു പ്രതികരണം കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ കടുത്ത പ്രതികരണങ്ങൾ ഉടൻ വേണ്ട എന്നുള്ള നിലപാടിലാണ് കേരള കോൺഗ്രസ് ഉള്ളത്. അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അധിക സീറ്റ് ലഭിക്കുമെന്നുള്ളൊരു സമ്മർദ്ദം കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ളൊരു പൊതു നിലപാടിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട്. പാർട്ടിക്ക് അർഹതപ്പെട്ടതാണ് അധിക സീറ്റ്. പ്രത്യേകിച്ച് മലയോര കുടിയേറ്റ മേഖലയിൽ വടക്കൻ കേരളത്തിൽ ഒരു സീറ്റ് കാലങ്ങളായി കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നതാണ്. അക്കാര്യത്തിൽ ആ ആവശ്യം പരിഗണിക്കണമെന്നുള്ളതാണ് കേരള കോൺഗ്രസിന്റെ ഒരു പൊതു നിലപാട്. അതേസമയം CPM ഇതിനെ പ്രതിരോധിക്കുന്നത് അവർ ആവശ്യപ്പെട്ട രാജ്യസഭാ സീറ്റ് നൽകി. കൂടാതെ കൈയഴിച്ച് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കോട്ടയം ജില്ലയിലടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ ധാരാളം സീറ്റുകൾ മത്സരിക്കാൻ നൽകി. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടൊരു മുന്നണിയുടെ കെട്ടുറപ്പിന്റെ കാര്യങ്ങൾ മുൻനിർത്തിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതാണ് LDF നേതൃത്വം ഇക്കാര്യത്തിൽ വിശദീകരണമായി നൽകുന്നത്. എന്തായാലും രണ്ടുവട്ട ചർച്ചകൾക്ക് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും അവസാനവട്ട ചർച്ചകൾ നടത്തും. പ്രത്യേകിച്ച് ഇപ്പോൾ മത്സരിക്കുന്ന സിറ്റിംഗ് സീറ്റിലുള്ള MLA-മാരൊക്കെയും തുടരാനുള്ള സാധ്യതയാണ് ഉള്ളത്. വടക്കൻ കേരളത്തിൽ ഈ പേരാമ്പ്രയോ കുറ്റ്യാടിയോ ലഭിക്കുകയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ നിന്നുള്ളൊരു പാർട്ടി നേതാവിനെ തന്നെ അവിടെ ആ സീറ്റ് നൽകാനുള്ളൊരു തീരുമാനവും കേരള കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ ശുഭാപ്തി വിശ്വാസമാണ് കേരള കോൺഗ്രസിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ സമ്മർദ്ദം ശക്തമാക്കുവാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. ജിൽസി.